ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗ്. രാവിലെ 9 മണി 9:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിള്ളേർ പോയി. അപ്പോൾ അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഫുഡ് ഉണ്ടാക്കലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അമ്മ വീടോട്ടോ ഒന്ന്. അപ്പം അത് ഞാനാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയത് കേട്ടോ. അപ്പം നമുക്കിനി കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് കുളിക്കണം. ഞാനിത് ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് കുളിക്കാൻ വിചാരിച്ചു. ഞാൻ മുടി വെട്ടി ഗൈസ്. വന്നോ അമ്മ വന്നു ബാ അറിയോ താഴേക്ക് താഴെ എൻ്റെ തിരിച്ചാ ചെറുതാണോ? അല്ല, വലുത്, കുറച്ച് വലുത്. ഞാൻ ആ പിള്ളേർ പോകുമ്പോൾ അവിടുന്ന് പുറത്തുനിന്ന് കൂട്ടി പൊക്കോളാൻ പറഞ്ഞത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ആരെങ്കിലും വരികയാണെങ്കിൽ ചാവേണ്ടി കൊടുക്കാമല്ലോ. അപ്പം അമ്മ ഡ്രസ്സ് മാറാണ്ട് കേട്ടോ. വന്നിട്ട് വേഗം ചോറായി. അപ്പം അതിൻ്റെ ഇടയിൽ ചോറ് കൂട്ടാൻ വേണ്ടിയിട്ട് തിന്നു. നമുക്കിന്ന് മത്തനും പയറും കൂടെ എരിശ്ശേരി ഉണ്ടാക്കാം. എരിശ്ശേരി ഉണ്ടാക്കാമല്ലമ്മ. ചിക്കൻ ഉണ്ട് കുറച്ച്, ഇന്നലെ പൊരിച്ച് കാണുന്നുണ്ടോ നമുക്ക്? വെട്ടല്ലേ എനിക്ക് മൊത്തത്തിലൊന്നൊരു ഇത് എന്താ പറയുക, മഞ്ഞിൻ്റെ ഒക്കെ ഒരു പോലെ ഫോണ് ഇല്ലേ, കുഴപ്പമില്ല. അപ്പോൾ മത്തനും പയറും എരിശ്ശേരി ഉണ്ടാക്കാം. ചിക്കൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട് ഇന്നലെ പൊരിച്ചതിൻ്റെ. അപ്പോൾ അതൊരു 4 കഷ്ണം വറുക്കുകയും ചെയ്യാം. അത്ര മതി നമുക്കിന്ന്. എരിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ സംഭവങ്ങളൊന്നും വേണ്ട. എന്നാലും അപ്പം ഇനി മമ്പയർ ഞാൻ വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ ഇട്ടത് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല വേഗമാവും. ഇപ്പം മതി. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കും. ചായ വേണ്ടെന്നിട്ടമ്മ എന്നാ വരും ഇങ്ങോട്ട് വരും. ഞാൻ അമ്മ വരുന്ന ഉറപ്പായപ്പോൾ ഞാനിത് വൻപയർ ഉണ്ടാക്കാൻ വിചാരിച്ചു. എരിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. ആദ്യം നമുക്ക് പയർ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് വെക്കാം. കയ്യിലാണല്ലോ ഫോണ്. നോക്കണി മൈൻ്റെ പുറമെ ഈ കാലില്ലേ, കാലിനെ ഈ കാര്യം ഓർമ്മ ഉണ്ടായിട്ടോ. ഇവിടെ ഇങ്ങനെ തൊടുമ്പോ ഒരു ചെറിയ കല്ലറക്കി നല്ല വേദനയോ നോക്കാം. ഇതും അപ്പൊ ഇതെന്താ സംഭവം? ഞാൻ പൂർണ്ണ ആലോചിച്ചു. പുറത്തേക്ക് ഞാൻ അങ്ങനെ ചെരുപ്പിടാതെ ഇറങ്ങില്ലല്ലോ. ഇങ്ങനെ പറ്റിയതാ. ഇത് ഇവിടെ നിന്നൊക്കെ പോയി ഈ കാലിന്റെ അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. ഒരു ദിവസം 5-6 പ്രാവശ്യം എന്നെ കോൾ ചെയ്യും കേട്ടോ. ഒരു 3, 4, 5, 6 പ്രാവശ്യം ഒരു ദിവസം വിളിക്കും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. എന്താ നമ്മുടെ കുട്ടി കാട്ടണത്, എന്താ ചെയ്യണത്, കഴിച്ചോ, ഉറങ്ങുകയാണോ, എന്നാൽ ശരി, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ഞാനിവിടെ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള തുരുത്തരാ വിളികളെ ഉണ്ടാവുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടാലാണ് കേട്ടോ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കാലിൽ കല്ലടക്കി ചവിട്ടിയിട്ട് കാലിന് നല്ല വേദനയാണ്. അതിൻ്റെ മുന്നേ നമ്മളിവിടെ കുറച്ച് ദിവസം വന്ന് നിന്നൂല. ആ സമയത്ത് നമ്മുടെ കാല് നമ്മുടെ വീട്ടിൽ പോയപ്പോൾ ഒന്ന് പടം പറഞ്ഞിട്ട് കേട് വന്നു എന്ന് പറഞ്ഞൂല. അപ്പോൾ എപ്പോഴും ഇപ്പോൾ കാലിന് വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് വിചാരിച്ചാണെന്ന് നടക്കാവില്ല ഞരമ്പിൻ്റെ. പിന്നെ ഏതായാലും അമ്മേനെ മന്ത്ലി നമ്മൾ തൃശ്ശൂരല്ലേ കാണിക്കണം. അപ്പോൾ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് നമ്മുടെ വൻപയർ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ മത്തന് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി മുളക് കൂടി ഇട്ടിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. പിന്നെ കാര്യം പറച്ചിൽ ചർച്ച ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പണികളും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വായ ഒരു നേരത്ത് പൂട്ടി കാണില്ലേ ഈ ഒരു വ്ളോഗിൽ. എന്താ വെച്ചാൽ അത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും പോരാഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോയിലുള്ള നമ്മുടെ യൂട്യൂബിലുള്ള ഓരോ വീഡിയോ കണ്ടിട്ട് അതിലെ വിശേഷങ്ങളും കൂടെ പറയുന്നുണ്ട് കേട്ടോ ഇരുന്നിട്ട്. നമ്മുടെ ദിനക്കുട്ടിയെ കുറിച്ചിട്ടും അമ്മ പറയുന്നുണ്ട്. അവളുടെ വ്ളോഗൊന്നും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ ആ കുട്ടിയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലൊരു ഉണ്ണി പോലെയാണ് കേട്ടോ. എൻ്റെ ഒരു അനിയത്തിയുടെ പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ കൂടുമ്പോൾ അവളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയാതിരിക്കാറില്ല കേട്ടോ. അത്രയും എനിക്ക് വേണ്ടപ്പെട്ട അടുപ്പുള്ള ഒരു കുട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ എരിശ്ശേരിക്കുള്ള അരപ്പാണ് അരച്ചുകൊണ്ടിരിക്കുന്നത്. നാളികേരം, ചെറിയ ജീരകം, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ചെറിയുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഒതുക്കിയിട്ട് ഒരു എന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അത്രയും മതി. നല്ലോണം അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അരച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിൻ്റെ കൂടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് തന്നെ പോകണം. അപ്പോൾ അതിൻ്റെ പായരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമ്മ നിൽക്കുന്ന ഞാൻ വിചാരിച്ചത്. അപ്പോൾ അമ്മ പോവുകയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ചെറിയ കുട്ടിയുണ്ട്, അനിയൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മ നിൽക്കുമ്പോൾ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനും
നിർബന്ധിക്കാൻ വേണ്ടി പോയില്ല. അവിടുത്തെ സാഹചര്യം അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. നമ്മൾ പറഞ്ഞിട്ട് നിർത്തുമ്പോൾ അമ്മ അങ്ങനെ മനസ്സില്ല മനസ്സോടെ നിൽക്കുമ്പോഴേ അവിടുത്തെ ഇവിടുത്തെ ചിന്തയാകുമ്പോൾ അമ്മയ്ക്കൊരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ കിട്ടിയ ചാൻസിൽ ഞങ്ങളിത് ആ കാര്യം പറഞ്ഞ് കളിയും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മത്തനും പയറും എരിശ്ശേരിയൊക്കെ വെന്തിട്ട് ഇനി അത് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ ഇപ്പോൾ ഈ കുപ്പിയിലാണ് ഞാൻ ആക്കണത്. എന്താ പറയുക, വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലാവാറുണ്ട്. എനിക്ക് എണ്ണയ്ക്ക് പിശുക്കാൻ വേണ്ടിയിട്ട് അറിയില്ല, കുറച്ച് കൂടുതൽ എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പിശുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ അതിന് കുഞ്ഞൊരു ഹോളാണ്. അപ്പോൾ അതിലിങ്ങനെ എടുക്കുമ്പോൾ വല്ലാണ്ട് ഓവറായിട്ട് പോവില്ലല്ലോ. അപ്പോൾ ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടായപ്പോൾ കടുക്, പച്ചമുളക്, വേപ്പില എല്ലാം കൂടെ പൊട്ടിച്ചു. കുറച്ച് ചെറുകളും കൂടെ ഇട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു അരപ്പിടി നാളികേരം അതും കൂടെ ഇട്ടിട്ടൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു എരിശ്ശേരിക്ക് ഞാനൊരു അര കഷ്ണം ശർക്കര ചൂടൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വിട്ടു പോയതാണ് കേട്ടോ. എന്നിട്ട് വെന്തിരിക്കുന്ന ഈ ഒരു അരപ്പ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ എരിശ്ശേരി അങ്ങോട്ട് റെഡിയായി. നമ്മുടെ ഇവിടെ അല്ലേ നമുക്ക് ഇപ്പോൾ എനിക്കും പൂജനും കണ്ണനും ഷാജേട്ടനും ഒക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും ഇഷ്ടം. അതുകൊണ്ട് തന്നെ അമ്മ വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ ഞാൻ മൺപയർ എടുത്തിട്ട് വിളക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും അമ്മയ്ക്ക് വലിയ കാര്യമില്ല കേട്ടോ. ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കൊടുന്നതിൻ്റെ. ഇപ്പോൾ 2-3-4 പ്രാവശ്യം നമ്മളെടുത്ത് വെക്കണം. ഒരു ചിക്കൻ കൊടുന്നു കഴിഞ്ഞാൽ അങ്ങനെ വെക്കാതെ ഒരു വടിയില്ല കേട്ടോ. എന്താ വെച്ചാൽ മീനിന് നല്ലോണം വിലയാണേ. അത് ഞാൻ ചിക്കൻ ചില്ലിക്ക് വേണ്ടിയിട്ട് മസാല പുരട്ടിച്ചതിൻ്റെ കുറച്ച് ഞാൻ ബാക്കി വെച്ചായിരുന്നു. ഇന്നത്തോടു കൂടെ അതും സമാപിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു 4 കഷ്ണം വറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അവിടെയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കാനാണ് കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ വെള്ളവും നമ്മൾ വറുത്തിട്ടതിൻ്റെ എണ്ണയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഇതെല്ലാം വൃത്തിയാക്കി തുടച്ചിട്ടിട്ട് ഇതിൻ്റെ കുളിയും കൂടെ പാസ്സാക്കിയിട്ട് ലാസ്റ്റാണ് ഞാൻ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴേക്കും കുറച്ച് നേരം വൈകിട്ടോ. അമ്മ വന്നിട്ട് ഞാൻ കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും കിച്ചണിൽ ഈ കാര്യങ്ങളൊക്കെ കൂടെ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ വിചാരിച്ചു. എന്നാൽ പിന്നെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അങ്ങോട്ട് കഴിച്ചാൽ മതിയല്ലോ. ചിക്കൻ ചില്ലി വറുക്കാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടപ്പാടിൻ്റെ പണിയൊന്നുമില്ല. ഒക്കെ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇരിക്കുന്ന 2-3 പാത്രം കൂടെ കഴുകി വെച്ചു. അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കാര്യവും പറയുന്നുണ്ട്. പൂജട്ടിയും കണ്ണൻകുട്ടിയും ഇന്ന് അമ്മ അവിടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. തലേദിവസം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വരുമോ എന്നുള്ളത്. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്നിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വരണ വരെ ഞാനും വിചാരിച്ചു അമ്മ നിൽക്കുന്നുള്ളൂ കേട്ടോ. പിള്ളേർക്ക് അറിയണ്ടായിരുന്നില്ല. അവരൊക്കെ വരുമ്പോൾ അമ്മ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാവും വരിക. എന്ന് വെച്ചാൽ അവർ വരുന്നതിന് മുന്നേ അമ്മ എസ്കേപ്പ് ആവും കേട്ടോ. അപ്പോൾ അതെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അമ്മയ്ക്ക് പിന്നെ ചായ ആ സമയത്ത് വേണ്ട പറഞ്ഞു. എന്തായാലും ഉച്ച ടൈമായല്ലോ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പൊരിക്കാൻ വേണ്ടി എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവട്ടെ. ആ പൊരിക്കുന്ന സമയത്താണ് ഞാൻ കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മുന്നേ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ഹാർഡായിട്ട് തോന്നും കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കൻ എണ്ണയിൽ ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുത്തു. വേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 2 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ട് അത് കടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അനിയനൊക്കെ നല്ല ഇഷ്ടമാണ് ചിക്കൻ ചില്ലിയിലെ ഈ ഒരു പച്ചമുളകിൻ്റെ പൊരിച്ച പച്ചമുളകില്ലേ അത് കേട്ടോ. ഏട്ടനനിയനൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇട്ടിട്ടില്ല. എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. ഇനി പെരുവ് വല്ലാണ്ട് കഴിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഇരിക്കുന്ന പാത്രം കൂടെ അങ്ങോട്ട് കഴുകി വെച്ചു. ഇനി ആ ചിക്കൻ മൂക്കണ സമയം കൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ നമുക്ക് നാളേക്ക് ദോശപ്പാപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി ഉഴുന്നും കൂടെ വെള്ളത്തിലിടാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചരിയുടെ കൂടെ കുറച്ച് 2 മണി ഉലുവയും കൂടെ ഞാൻ ഇടും. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് അത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി നമുക്ക് അരച്ചാൽ മതിയല്ലോ. മറ്റേത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇനി എന്താ പലഹാരം ഉണ്ടാക്കുക പറഞ്ഞാൽ വലിയ ടെൻഷനാവും. ചപ്പാത്തിയും നൂലുപുട്ടും പുട്ടൊക്കെ രാവിലെ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത പണിയാണ്. അതുകൊണ്ട് ദോശയും വെള്ളയപ്പമാണ് ഇവിടെ എപ്പോഴും കൂടുതൽ പോണ ഐറ്റംസ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ സൺഡേയിലൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതങ്ങോട്ട് കുതിരാൻ വെച്ചിട്ട് അവിടെ ഒന്നും കൂടെ അങ്ങോട്ട് തുടച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ചില്ലിയുടെ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗവും മൂത്തുന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വറുത്ത് കോരിയെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ കണ്ണൻകുട്ടിക്കൊക്കെ ഇത് സോസ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം അവർക്ക് അങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പെറുക്കി ഇട്ടു കേട്ടോ. നമുക്കൊരു 3-4 കഷ്ണം കിട്ടിയാൽ മതി ചോറുണ്ടാൻ വേണ്ടിയിട്ട്. 2 കഷ്ണം കിട്ടിയാലും മതി കേട്ടോ ഒരു പ്ലേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇറച്ചി മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇറച്ചി കിട്ടിയിട്ടില്ലെങ്കിൽ മീനിൻ്റെ ഒരു തലയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലും മതി. ഇപ്പോൾ കുറേ ആയി നമ്മൾ മീൻ വാങ്ങിയിട്ട്, അതുകൊണ്ട് വലിയ പാടാട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ഞാൻ 2-3-4 കൊണ്ടാട്ടമുളകും കൂടെ വറുത്തു. നമ്മുടെ ഈ ഒരു മത്തനരിശ്ശേരിയും കൊണ്ടാട്ടമുളകും കുരുമുളക് ഇട്ട മത്തി വറുത്തതൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഉണക്കമീനായാലും സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം 2 വിഭവമുണ്ട്. കൊണ്ടാട്ടമുളകും ഇഷ്ടമാണ്, എരിശ്ശേരി ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട് കേട്ടോ.
ആൾ 2 വറ്റ് കോഴി കുത്തുന്ന പോലെ കഴിക്കുള്ളൂ. പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഒരു ഉരുള ഏറി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇഷ്ടം ആൾക്ക് മുളക് വറുത്ത പുളി, രസം, നമ്മുടെ മുരിങ്ങയുടെ ഇല, ചക്കക്കുരു മുരിങ്ങയിട്ട് വെച്ചത് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ ചേമ്പും തണ്ടും അങ്ങനെയൊക്കെ, ചേമ്പും തണ്ടില്ലേ, താളും തണ്ടും, ആ സാധനമൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ ഉണ്ട് റെഡിയായി. ചോറ്, എരിശ്ശേരി, ചിക്കൻ പൊരിച്ചത്, കൊണ്ടാട്ടമുളക്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അത് അമ്മയ്ക്കാണ് ഞാൻ ചോറ് വിളമ്പണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളമ്പി ടേബിളിൽ കൊണ്ടുവച്ചാൽ അമ്മ അതിൻ്റെ അത്ര വേണ്ട, പകുതി മതി പറയാം. അപ്പോൾ അമ്മോട് ഞാൻ നോക്ക് ഇത്ര മതിയോ എന്ന് ചോദിച്ചിട്ട് അമ്മ മതി എന്ന് പറഞ്ഞ ഒരു ലേശം കൂടെ ഞാൻ കേട്ടോ. അങ്ങനെ ഇതാ അമ്മയ്ക്ക് വിളമ്പി എനിക്കും വിളമ്പിയിട്ട് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുക. എനിക്കിങ്ങനെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ നേരെ പോണത് അറിയില്ല കേട്ടോ. മറ്റേത് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സമയം പോവാത്ത പോലെയൊക്കെ തോന്നും. ഷോർട്സൊക്കെ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യലും ഈ ഒരു ഫോണിൽ തന്നെയല്ലേ നോട്ടം, വേറെ ഒന്നുമില്ല. ഒരു മനുഷ്യനോട് മിണ്ടാനും ഇല്ല. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കുറ്റിയിട്ടിട്ട് ഇത് എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കലും ആ ഒരു തകൃതിയായിരിക്കും. അമ്മ അമ്പാഴയാണോ ഇട്ടത്? ചെറുത് മതി, ഞാൻ പറയുന്ന നാശാക്കണ്ട എപ്പോഴെങ്കിലും ജന്മക്ക് ഒന്നും ചെയ്തപ്പോഴേ. ആണേ അമ്മ തണുത്ത വെള്ളം കുഴപ്പമുണ്ടോ? അമ്മ പിന്നെ കുടിച്ചോണ്ട് ഞാൻ ചൂടാക്കിട്ടാ. ലാസ്റ്റ് അയ്യോ ഭഗവാൻ, അയ്യോ ശരി കറിയട്ടെ. കണ്ടിട്ട് നോക്കാം. നല്ല കുഴപ്പമില്ലേ? കുറവുണ്ടമ്മ. അങ്ങനെ ഞാനും അമ്മക്കുട്ടിയും കൂടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ടാവും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. നമ്മൾ ചോറൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമായില്ല എൻ്റെ എരിശ്ശേരി? നല്ല ഇഷ്ടം. ഇനി ഞങ്ങൾ രണ്ടാളും കുറച്ചു നേരം കിടന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ കിടക്കുമ്പോഴേക്കും മക്കൾ വരും. അപ്പോൾ അവരെ കണ്ടിട്ട് ഞമ്മ പോകുമ്പോൾ ഉണ്ടാവേക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കണമൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ ഒട്ടച്ചാണ് ഗൈസ്, ഞങ്ങൾക്ക് ആരുമില്ല ഗൈസ്. എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എത്ര കൂട്ടുകാരുണ്ട്. വെറുതെ പറയാട്ടോ. അമ്മയ്ക്ക് അവിടെ കുഞ്ഞ് കുട്ടികളുള്ള കാരണം അമ്മ ഉണ്ടായത്. അപ്പം ഇനി ഞങ്ങൾ കുറച്ചു നേരം കിടന്നിട്ട് വീഡിയോസ് കാണട്ടെ. ചിലപ്പോൾ ചെറുതായിട്ടൊന്നും ഉറങ്ങും. അപ്പോൾ ബൈ, കുറച്ച് നേരം കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം കിടന്നിട്ടൊന്ന് മയങ്ങിയിട്ടോ. ഞാൻ മയങ്ങിയിട്ടൊന്നുമില്ല, അമ്മ ഒത്തിരി നേരം ഒന്ന് മയങ്ങി. ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നീട്ടു കേട്ടോ. പിന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു സാരി വെട്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തുന്നണതാണ്. ഒരു ഫ്രോക്ക് പോലെ കേട്ടോ, വെച്ചാൽ നമ്മുടെ ഒരു അംബ്രല്ല കട്ടിൻ്റെ ഒരു പോലെ കേട്ടോ ടോപ്പ്. അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യണോണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വേഗമൊക്കെ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞു. കയ്യിന് പീസ് തേഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഒരു നമ്മുടെ ഒരു എന്താ പറയുക കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു തുണി ഉണ്ടായിരുന്നു, എന്താ പറയുക നെറ്റ് തുണി. അതിൻ്റെ കൊണ്ടൊക്കെ തട്ടിക്കൂട്ടിയിട്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ട് ഇതിട്ടിട്ട് ഇനി അമ്മയ്ക്ക് പോകാനുള്ള സമയം ഏകദേശം ആവണം കേട്ടോ. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു മെഷീനിൽ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് വെച്ചാൽ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. ഒരുപാട് ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വാങ്ങിയ മെഷീനാണ്. അച്ഛൻ വാങ്ങിയതായതുകൊണ്ട് തന്നെ എനിക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യമില്ല. എന്നാലും നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വലിയ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കപ്പ് എടുത്തോണ്ട് ചൂടാക്കാം. ആ വെള്ള ഇതില് ലഡു ഉണ്ടാ ഒരു കഷ്ണം ഞാൻ കഴിച്ചിട്ട് വലിയൊരു പൊടുത്തുണ്ട്. മിഷീൻ്റെ മേലെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക് പെയിൻ ആവും കേട്ടോ. പിന്നെ ഇരിക്കാൻ വേണ്ടി കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല വേദനയായിരിക്കും. കുറച്ച് നേരത്തിന് വലിയ പ്രയാസമാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയോ ഇരുന്ന് ഞെളിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ ആ ഓട്ടോ വന്നു കേട്ടോ. 5 മണിക്ക് 4:30 വരാൻ പറഞ്ഞിട്ട് 5 മണി ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ സമയം പോയത് അറിയാണ്ട് നിന്നു. അമ്മ വേഗം സാരിയൊക്കെ വലിച്ച് ചുറ്റിയിട്ട് ഓട്ടോയിൽ കയറി. അലിക്കാക്കക്ക് വേറെ ഓട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് വരണതാണ്. അപ്പോൾ പിന്നെ ആളെ പോസ്റ്റാക്കി നിർത്തുന്നത് മോശമല്ലേ. അപ്പോൾ അമ്മ വേഗം കയറി കേട്ടോ. അമ്മ പോയി. 5 മണിയായി കേട്ടോ. 5 മണിക്ക് അലിക്കാക്ക ഓട്ടം കഴിഞ്ഞിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ പെട്ടെന്ന് 5 മണി ആയത് അറിഞ്ഞില്ല. ഞങ്ങൾ ചായ കുടിച്ചിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിയുടെ ഹോൺ കേട്ടോ. പെട്ടെന്ന് നമ്മൾ സാരിയൊക്കെ വലിച്ച് വാരി ചുറ്റിയിട്ട് ഓടി. പിള്ളേർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല കേട്ടോ. വെയിറ്റ് ചെയ്തില്ല എന്നല്ല, അപ്പോഴേക്കും പിന്നെ ഓട്ടോ കിട്ടില്ല. അത് വരണം. അതുകൊണ്ടിന്ന് പകല് എനിക്കൊരു കൂട്ടായി. ഇനി നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പിള്ളേർ വന്നാൽ ഫുഡ് കൊടുത്തിട്ട് മേലെഴുക വിളക്ക് വയ്ക്കുക, അത്രയേ ഉള്ളൂ. ചോറ് കുറച്ച് വെക്കണം, ബാക്കിയൊക്കെ ഉണ്ട്.
അപ്പം നമുക്ക് വീഡിയോയിൽ ഒരുപാട് സംസാരിക്കാൻ വേണ്ടി ഞാൻ നിന്നില്ല കേട്ടോ. എനിക്ക് അമ്മോട് സംസാരിക്കാൻ വേണ്ടി സമയം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങളവിടെ കിടന്ന് കുറേ കാര്യമൊക്കെ പറഞ്ഞു. വന്നു പോയ ഒരു എന്തോ സംഭവം ഇവിടെ അടുത്താണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം പോക്ക് കുറവായോണ്ടേ വന്നു പോയ ഒരു സാഡാണ്, സാഡ്. ഇനി കുട്ടികൾ വരട്ടെ, വരാൻ കൂടെ ഇരിക്കാം. സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു. എനിക്കൊരു സാരി ഉണ്ടായിരുന്നു, അപ്പം അത് വെട്ടിയിട്ട് ഞാനൊരു കോല തുന്നിയിട്ടുണ്ടായിരുന്നു, കയ്യു ലൈറ്റ്. അപ്പം അതിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വേഗം അതിൻ്റെ കയ്യൊക്കെ വെച്ചിട്ട് ഞാനതിട്ട് കാണിച്ചു കൊടുത്തിട്ട് അമ്മ പോയി. ഇനിയിപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് നേരമില്ല. അവിടെ ഒന്നും നോക്കണ്ട കേട്ടോ. ഡ്രസ്സൊക്കെ കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായതുകൊണ്ട് ജനലിലും വാതിലിലും അതെല്ലാം ഉണ്ടാവും ഡ്രസ്സ്, അല്ല വേറെ നമുക്ക് ഇടാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് കൈ അടയും ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ചായ കുടിച്ചു. മുഖത്തൊരു കുരു വന്നിട്ടുണ്ട്, 2 കുരു. അയ്യോപ്പാ, കുട്ടികൾ വരുന്ന വരെ എനിക്ക് ലോങ് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാം. അന്നിപ്പോൾ എഡിറ്റ് ചെയ്യായിരുന്നില്ല, അമ്മളോട് ഷോർട്സ് മാത്രം എഡിറ്റ് ചെയ്തെടുത്തില്ല, ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യണം. അല്ലാതെ ചെയ്യാത്ത കുറച്ച് നേരം നമുക്ക് കുട്ടികൾ വന്നിട്ട് കാണാം കേട്ടോ. പിള്ളേർ വരട്ടെ, അത് വരെ ഞാൻ എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. കുട്ടികൾ വന്നു, അവരിന്ന് ചോറാണ് കേട്ടോ ഉണ്ടത്. വന്ന പാടെ വിശന്നിട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല. അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അവരവരുടേതായിട്ടുള്ള പഠിത്തവും കാര്യത്തിലൊക്കെ നിന്നു. പിന്നെ നമ്മൾ ഈ ക്യാമറ പിടിച്ച് അവർ പിന്നാലെ നടക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് വലിയ ടാസ്ക്. എന്താ വെച്ചാൽ അത്രയും ക്ഷീണിച്ചിട്ടായിരിക്കും, വിശന്നിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചാൽ കണ്ണൻകുട്ടി വേഗം പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. പൂജയ്ക്ക് മേല് കഴുകി തിരുമ്പലൊക്കെ കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളാകുമ്പോഴേക്കും സമയമാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഈ സമയമാകുമ്പോഴേക്കും രണ്ടാളും ഫ്രീ ആവട്ടെ, 7, 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എന്താക്കിച്ചാൽ മാവൊക്കെ അരച്ച് കൂട്ടി വെച്ചു. ഇങ്ങനെ നല്ലോണം കൈ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്കിങ്ങനെ പതഞ്ഞ് പൊന്തി വരും നമ്മുടെ മാവ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണമല്ലോ. നമ്മളിത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ചടങ്ങാണ് ഈ മിക്സിയും ചാറും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ കർക്കിടക സംക്രാന്തി ആയി കേട്ടോ. 1 മുതൽ എല്ലാം ഒതുക്കി പെറുക്കി ക്ലീൻ ആക്കേണ്ട സമയം വരികയാണ്. അപ്പോഴേക്കും ഈ ബോഡി പെയിനും എന്താ പറയുക പനിയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. ഇടയ്ക്ക് പനി വരേണ്ട വൈകിട്ടിട്ടാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഞാൻ ഇപ്പം മഴച്ചാറിൽ ഇപ്പം അധികമൊന്നും കൊള്ളാറുമില്ല. എന്തായിക്കോട്ടെ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോണു. നമ്മുടെ കിച്ചൺ ടാബും സ്റ്റവും എല്ലാം വൃത്തിയായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടൊന്നുമില്ല കേട്ടോ. ഫുഡ് കഴിച്ച് അങ്ങോട്ട് കിടന്നാൽ മതിയല്ലോ. നാളേക്ക് വലിയ കാര്യമായിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊന്നുമില്ല, കൊണ്ടുവന്നതൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പച്ചക്കറിയൊന്നും കൊടുന്ന് വെക്കില്ല കേട്ടോ. നമ്മൾ ഈ 1-1 വളാഞ്ചേരിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകണോണ്ട് തന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കൊണ്ടുള്ളൂ. എനിക്ക് ഒരുപാട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എങ്ങടെങ്കിലൊക്കെ തിരിയാൻ വേണ്ടിയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ബൾക്കായിട്ട് പച്ചക്കറി വാങ്ങിക്കൊടുന്ന് വെച്ചാൽ ചിലപ്പോൾ എങ്ങടെങ്കിലും ഒന്ന് പോവുക 2 ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിയലുണ്ടാവുമ്പോൾ ഈ ഒരു പച്ചക്കറി അങ്ങനെ കേട് വന്ന് കളയേണ്ട അവസ്ഥ വരുമ്പോൾ വലിയ പ്രയാസമാണ്. അവിടെ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അല്ലറ ചില്ലറ പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി വാങ്ങിയിട്ട് വേണം. അതുകൊണ്ട് നമുക്ക് നാളെ പലഹാരം വെച്ച് കഴിഞ്ഞാൽ ദോശയാണ്. ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വഴറ്റി ചമ്മന്തി ഉണ്ട്, നല്ല ഇഷ്ടമാണ് കേട്ടോ പൂജട്ടിക്കും കണ്ണൻകുട്ടിക്കും ഒക്കെ. അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ചു. അതിലേക്കുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഉണ്ടാക്കി വെച്ചാൽ അത്ര പണിയില്ലല്ലോ നാളേക്ക് എന്ന് വിചാരിച്ചു. രാവിലെ പിന്നെ ഒരു 5 മിനിറ്റ് നേരെ വൈകി നീട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. പൂജട്ടി കാര്യം പറയാൻ വേണ്ടി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നാളെ കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.